പാർട്ട്നേഴ്സ് തമ്മിൽ വരാവുന്ന ഒരു ഇഷ്യൂസ് ആണ് ഇങ്ങനെ ഈഗോ ക്ലാഷ് ഒക്കെ ഒരുപാട് വരും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ സ്കിൽ മോണ്ടിൽ തന്നെ ഈ ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സമയത്ത് ഞങ്ങൾക്ക് ആ കൂടി ആവശ്യം ഒരു സ്റ്റുഡിയോ സ്പേസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ ബിൽഡിംഗിൽ വന്ന് സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ഒരു 6 റൂമും കൂടിയും ഒഴിവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു 3 റൂം വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സ്കെയിൽ ചെയ്യാനും ടീമിനെ നമ്പേഴ്സിന് കൂട്ടണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഒരു ഓഫീസും കൂടി സെറ്റ് ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് മാറാം എന്ന രൂപത്തിൽ 6ഉം 3ഉം 9 റൂം നമുക്ക് എടുക്കാം എന്ന രൂപത്തിൽ വന്ന്. അങ്ങനെ പിന്നെ ഇതിന്റെ ഡിസൈനിങ് സൈഡിലൊക്കെ വന്നപ്പോൾ കൂട്ടത്തിലൊരു പാർട്ണർ താഹ എന്ന് പറയുന്ന ഞങ്ങളെ കമ്പനി CMO കുറച്ചും കൂടി പ്രീമിയം ടൈപ്പ് ഓഫീസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം. പക്ഷെ ബഡ്ജറ്റ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചതിന്റെ 3 ടൈംസ് വ്യത്യാസം വന്നു നിന്ന്. ഞാനായിരുന്നു ആ സമയത്ത് അത്രയ്ക്ക് വലിയ പൈസ നമ്മൾ ചെലവാക്കണോ എന്നൊക്കെ പറഞ്ഞപ്പോഴും താഹ പറഞ്ഞത് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ നല്ലൊരു ഓഫീസ് വേണം, നമ്മൾ ഓഫീസിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യണം, വരുന്ന സ്റ്റാഫിന് അത്രയും ഒരു ഫെസിലിറ്റി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അതിലൊരു പാതി കൺവിൻസ്ഡ് ആയിരുന്നു. പക്ഷെ ആ വിഷൻ ആ പാർട്ണർക്ക് ഉണ്ടായിരുന്നു, CMOക്ക് കമ്പനി. പിന്നെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ആ ഒരു വിഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ലൊരു ഓഫീസായി. 4 പാർട്ണേഴ്സ് 2 പാർട്ണേഴ്സ് ഉള്ളതാണെങ്കിൽ ഒരാൾക്ക് കറക്റ്റ് വിഷൻ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റ് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാക്കിയുള്ളവർ അവരെ കൂടെ നിൽക്കണം. അത് നല്ലൊരു റിസൾട്ടിലേക്ക് ഉറപ്പായിട്ട് എത്തിക്കും.